ഗുഡ് മോർണിംഗ്. ഇപ്പം നമ്മൾ ഇവിടുന്ന് ജോർജിയയിൽ നിന്ന് റഷ്യയിലേക്കുള്ള റൂട്ടിലാണ്. ഇന്ന് റഷ്യൻ ബോർഡർ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ക്രോസ് ചെയ്യും. അതുകൊണ്ട് ഹോട്ടലൊക്കെ വേഗം വെക്കേറ്റ് ചെയ്തിട്ട് പോവാണ്. ഇതാണ് നമ്മുടെ ബാൽക്കണി എന്നുള്ള വ്യൂ, മൗണ്ടൻ വ്യൂ ഉണ്ടല്ലേ. ഒരു സ്കീയിങ് റിസോർട്ടാണ്. ആ മൗണ്ടനം കയറി കഴിഞ്ഞാൽ റഷ്യ. ഇതൊരു പ്രൈവറ്റ് വീടാണെന്ന് തോന്നണേ, മൗണ്ടൻ്റെ അവിടെ കണ്ടില്ലേ, അതിൻ്റെ ഒരു വ്യൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ ഹോട്ടലിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കുക. ഇപ്പോൾ സമയം ഏതാണ്ട് 8:30-9 മണിയായി, കുറച്ച് ലേറ്റായി. ഇവിടെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോയെന്നാണ് തോന്നുന്നത്. ഇത് ഒരു ഗ്രൗണ്ട് ഫ്ലോർ ബാറ് കം റെസ്റ്റോറൻ്റാണ്. കണ്ടില്ലേ, ബാർ അവിടെ ഉണ്ട്. ജോബി അവിടെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കണ്ട അറ്റത്ത്. ഇവിടെ നല്ല മൗണ്ടൻ വ്യൂ ഉണ്ട് കേട്ടോ. ഇവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഇത് ഈ വ്യൂ കണ്ടിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഫുള്ള് ഗ്ലാസ് വിൻഡോസാണ്. ഇവിടെ നല്ല വ്യൂ ഉണ്ട്. എങ്ങനെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്? കുഴപ്പമില്ല, കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്. ജോബിയുടെ ഇന്നത്തെ ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ്, ഹാപ്പി ബർത്ത്ഡേ, ഒരു ഹാപ്പി ബർത്ത്ഡേ പറയണം നീ, നിനക്ക് തന്നെ. അപ്പോൾ ജോബി ഇന്ന് 30 തികയണ ദിവസമാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് റഷ്യക്ക് പോവും. അതൊരു മെമ്മറബിൾ ഡേ ആയിട്ട് ഇരിക്കും ചെയ്യും. അപ്പോൾ ഒരു ബർത്ത്ഡേ ട്രിപ്പാണ് ഇന്ന്. ഓക്കെ, ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ഈ ഹോട്ടലിലെ ഒരു ജോലിക്കാരനാണ്. അപ്പം നമുക്ക് ചോദിക്കാം, വാട്ട്സ് യുവർ നെയിം? Nikita. Nikla, yes. Nikita. Nikita. Or Nika, it's Georgian. Okay. So he speaks Georgian. He is local from here. No, not local. I am from Russia, but Russia. I am working here. Oh, you work here? Yeah. Okay. So what is this area called? What is this town name? This town name is Gudauri. It's ski resort, but we also work in summer. Okay. Hiking or maybe paraplanes. Oh, yeah. Flying paraplanes. Yes, okay. And what about these mountains? It's a skiing mountains? Or? No. This no ski. This ski okay, is that side. That side is a skiing mountain, this side. Okay. It's not north side. Yeah. And this south side. South side is a skiing. Yeah. South side towards Russia? Yeah. Yeah, south side. Yeah, okay. Yes. So we are going to stay tonight in Russia, near Caspian Sea. Yeah. I know. Okay. What about this mountain? This mountain is nothing to do with tourist or? No, it's nothing to do with tourists. It's a church on this mountain. Yeah. This mountain is border between Georgia and South Ossetia. Okay. Ossetia. Yes. It's very important church for Georgian people. Okay. And what about this church? This red one? It's just usual monastery. Yeah, monastery. Okay. What after this mountain? This is a conflicted area, Ossetia. Yeah. Okay. Yes. Okay. It's a very nice area. Yes. So, Yeah. How frequently you go to Russia? What? How frequently you go home to Russia? How free? How frequently? How often you go to Russia to see your family? I think maybe after this season. This season. Okay. Yes. I was beware in couple months ago. Yes. Okay. Yes. Okay. അപ്പം നമ്മുടെ ഈ ഹോട്ടലിലെ ആള് പറഞ്ഞത് ഈ മൗണ്ടൻ്റെ ആ സൈഡ് ഒസാത്തിയ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. അത് റഷ്യയുടെ കൺട്രോളിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ട് അവിടെ വലിയ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തത്. അവിടെ വലിയ സ്കീയിങ്ങോ ഹോളിഡേ റിസോർട്ട്സോ ഒന്നുമില്ല. പിന്നെ ഈ സൈഡിലാണ് സ്കീയിങ് ഉള്ളത്. അത് ജോർജിയയുടെ കൺട്രോളിലുള്ള ഏരിയയാണ്. അപ്പോൾ അതിലെയാണ് റോഡുള്ളത് റഷ്യയിലേക്ക്.
ഒരുപാട് റഷ്യൻ ആൾക്കാർ ഇവിടെ വന്ന് ഈ ടൂറിസ്റ്റ് റിസോർട്ടുകളിൽ വന്ന് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ്. ഇവിടെ നല്ല സ്ഥലമാണ്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് റിസോർട്ടുകളുണ്ട്. അതൊക്കെ ഇമ്പ്രൂവ് ആയി വരുന്നുള്ളൂ, ഡെവലപ്പായി വരുന്നുള്ളൂ. ഇതാണ് ഞങ്ങൾ താമസിച്ച റിസോർട്ട്. ഇതിൻ്റെ ഈ വ്യൂ നോക്കിയാൽ മൗണ്ടൻ വ്യൂ, ഈ ഒസാറ്റിയൻ മൗണ്ടനിലേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഒരുപാട് ഇന്ത്യൻസൊക്കെ ഹോളിഡേയ്സിന് വരുന്നുണ്ട്. കണ്ടില്ലേ, ഇതൊരു ബ്യൂട്ടിഫുൾ മൗണ്ടനാണ്. ഇവിടെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേക്കാൻ പറ്റിയ സ്ഥലമാണ്. നമുക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ഇത് വാട്ട്സ് യു നെയിം? Faisal. Faisal from Saudi Arabia. Faisal speaks Arabic. So, but he can speak English also. Yes, some. How many days have you been into Georgia? 10 days now. 10 days now. Yes, yes. Which other part of Georgia you visited? This part, it's good. Yeah, it's good good. views Yeah. and cold. It's Cold, nice weather. amazing. Nice weather. Yes, nice You went weather. Tbilisi? Yes, Tbilisi. Tbilisi, it's good, but don't like this. Yeah, Don't like it, it's because busy. it's have good weather. Yeah. This one is very good weather. Yes. Okay, so which part of Saudi Arabia are you from? Me Yeah. in Riyadh. Riyadh. Oh, Riyadh, yes. yes, Okay, yes. yes. Capital in Saudi Arabia. Capital in Saudi Arabia. Yes. Subscribe in YouTube. Yes. Subscribe. Yeah, okay, thank you. Welcome. And already Faisal scanned my QR code and Faisal read my story. So please do donate my charity. Thank you. ഇപ്പോൾ നമ്മൾ റഷ്യയിലേക്കുള്ള റൂട്ടിലാണ്. ഗുറഡാറി സ്കീയിങ് വില്ലേജിൽ നിന്ന് റഷ്യയിലേക്കുള്ളതാണ്. കണ്ടില്ലേ, ബ്യൂട്ടിഫുൾ വ്യൂസാണ്. വണ്ടികളൊക്കെ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ടിട്ടുണ്ട് ഈ റഷ്യൻ ജോർജിയൻ ബോർഡറിൻ്റെ ഇടയ്ക്ക്. ഇത് എന്തിനാണാവോ ഇങ്ങനെ ചെയ്തു വെച്ചേക്കണത്? ഇങ്ങനെ ഒരുപാട് വണ്ടികൾ എടുക്കണ്ടേ. ഇത് റഷ്യയുടെ സ്ഥലമല്ല, ജോർജിയയുടെ സ്ഥലമല്ല, ഇതിൻ്റെ ഇടയ്ക്കുള്ളതാണ്. അതായത് നോ മാൻസ് ലാൻഡ്. അവിടെയാണ് ഈ വണ്ടികൾ കൊണ്ടുവന്ന് ഇങ്ങനെ പൊളിച്ചിട്ടേക്കണത്. മിക്കവാറും ഇതൊക്കെ മോഷ്ടിച്ചുകൊണ്ട് വരുന്ന വണ്ടിയാണ്. എന്നിട്ട് ഇതിൻ്റെ ടയറൊക്കെ, എല്ലാത്തിൻ്റെയും ടയർ മിസ്സിങ് കേട്ടോ. ടയർ ഊരിയെടുത്തിട്ടുണ്ട്. ഒരുപാട് വണ്ടികളുണ്ട്. എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് വണ്ടികളാണ് രണ്ട് സൈഡിലായിട്ട് ഇതേപോലെ ഇങ്ങനെ പൊളിച്ചിട്ടേക്കണത്. മിക്കവാറും ഇത് റഷ്യക്കാരോ ജോർജിയക്കാരോ ആരെങ്കിലും ചെയ്യണമായിരിക്കും. കണ്ടില്ലേ, ഇമ്പോർട്ടൻറ്റ് പാർട്സൊക്കെ ഊരിക്കൊണ്ട് പോകും. അപ്പോൾ ഇവിടെയാണെങ്കിൽ ആരും ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും. ഈ മൗണ്ടൻ അതിൻ്റെ അപ്പുറം ഒസാറ്റിയ എന്ന് പറഞ്ഞ റീജിയനാണ്. അവിടെ ജോർജിയക്ക് വലിയ റോളില്ല, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനും പറ്റില്ല. അവിടെ ബോർഡർ ക്രോസ് ചെയ്യാനും ആ മൗണ്ടൻ്റെ അപ്പുറത്തേക്ക് പോകാനും പറ്റില്ല. അത് റഷ്യ ഫണ്ട് ചെയ്തിട്ട് ഉള്ള ഒരു കൺട്രോളിലുള്ള ഏരിയയാണ്. വെറുതെ പാറ തുറന്നിട്ടുള്ളൂ, പണിയൊന്നും ചെയ്തിട്ടില്ല, ലൈറ്റ് ഇല്ല, ഒന്നുമില്ല, ഹെഡ്ലൈറ്റ് മാത്രം. ഇത് നോ മാൻസ് ലാൻഡാണ്. ഇതിന് ആരും ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാത്തതുകൊണ്ടാണ് ഈ ടണൽ ഇങ്ങനെ കിടക്കണമായിരിക്കാം. ലൈറ്റും ഇല്ല, ഒന്നും ഇല്ലാണ്ട്, ഒരു റിഫ്ലക്ടർ പോലും ഇല്ല. ജസ്റ്റ് പാറ തുറന്നു വെച്ചിട്ടുണ്ട്, അത്രയും മാത്രം. എല്ലായിടത്തും ഉണ്ടോ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്?
അതാ വെള്ളം വീണിട്ടേ ഒരു സ്റ്റെയിനായതാ. ഈ മൗണ്ടൻ്റെ മേലെ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങിയിട്ട് കയറാൻ പാടില്ല അങ്ങോട്ട്. നാച്ചുറൽ മോണ്യുമെൻ്റാന്ന് പറഞ്ഞത്. ഒലിച്ച് വന്നേ ഒരു പ്രത്യേക വെള്ളമായിരിക്കും. അതായത് ഏതെങ്കിലും സൈഡിൽ നിന്ന്, പാറയുടെ സൈഡിൽ നിന്നേ ഒലിച്ച് വന്നിട്ട് ഇതിങ്ങനെ ഫോമായതാ. എടുക്കാനൊന്നും പറ്റില്ല. ഓ, ഇത് റോക്ക് സോളിഡാ. ഈ വെള്ളം കോൾഡാണോ? ഓ, കോൾഡാ. ഇതെന്താ സ്റ്റെയിനാ, നാച്ചുറൽ സ്റ്റെയിൻ മേലേന്ന് ഒലിച്ചു വരുന്നത്. അത് ഒരു റിവറിൻ്റെ, ഭൂമിയുടെ ഓരോ പ്രത്യേകതകളെ. അങ്ങനെ നമ്മൾ ജോർജിയയിൽ നിന്ന് റഷ്യൻ ബോർഡറിലേക്കുള്ള വഴിയിലാണ്. ഇനി ഒരു 40 കിലോമീറ്റർ കൂടി പോയ റഷ്യൻ ബോർഡറായി. അപ്പോൾ ഇന്ന് നമ്മൾ റഷ്യയിലേക്ക് കിടക്കും. അതിന് മുമ്പ് കുറച്ച് റൂബിളൊക്കെ മേടിക്കണം. അവിടെ നമ്മുടെ കാർഡൊന്നും എടുക്കില്ല. ഇവിടെ ഷോപ്പുകളുണ്ട്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം വിൽക്കണം. ആ, പാൻ അങ്ങനെ തന്നെ വെച്ചേക്കണം അല്ലേ? ഓക്കെ, ഒറിജിനലാന്ന് കാണിക്കാം. അതെ, ഹണിക്കോമ്പ് അങ്ങനെ തന്നെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് സ്വീറ്റ്സ് ആണെന്ന് തോന്നുന്നു. ഇത് സ്വീറ്റ്സ് അല്ലേ? ഇവരെ ആണോ? പലതരം കളർ തേൻ. ആ, അതെ. ഇത് നമ്മുടെ നാട്ടിലെ മാതിരി എന്തെങ്കിലും സ്പെഷ്യൽ സ്വീറ്റ്സ് ആയിരിക്കും. വെരി കളർഫുൾ ആണല്ലോ തേനുകൾ. ടണലുകളെല്ലാം ഉപേക്ഷിച്ചു. ഇപ്പോൾ പുറത്തേക്കൂടെ റോഡാക്കി. കാരണം ടണൽ അത്ര പെർഫെക്റ്റ് അല്ലായിരിക്കും, അകത്ത് ഇടിഞ്ഞു പോയിട്ടുണ്ടാവും. സ്നോ ഒക്കെ ഉണ്ടോ? റിവറും ഇവിടെ ഭയങ്കര കോൾഡാ. ഇപ്പൊ റഷ്യയിലെ ഒരു ബോർഡർ മാത്രമേ ഉള്ളൂ ഈ ജോർജിയന്ന് ഇന്റർനാഷണൽ ട്രാവലേഴ്സിന് ഓപ്പൺ ആയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ റഷ്യൻ ബോർഡർ ക്രോസ് ചെയ്യാൻ പോവാണ്. ഒരു 40 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും റഷ്യൻ ബോർഡർ ആവും. റഷ്യൻ ബോർഡറിൽ നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് മിക്കവാറും വർക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം ഇപ്പോൾ വിസ, മാസ്റ്റർ കാർഡൊന്നും അവിടെ വർക്ക് ചെയ്യില്ല എന്നാണ് ഇങ്ങനെ ഒരുപാട് ഗൂഗിളിലും ഒക്കെ ഉള്ള കിട്ടിയ ഇൻഫർമേഷൻ. അതുകൊണ്ട് നമ്മൾ കുറച്ച് റൂബിൾ മാറിക്കൊണ്ട് പോകണം. അവിടെ ഫ്യൂവൽ അടിക്കാനുള്ളതും പിന്നെ സ്റ്റേക്കും ഫുഡിനുള്ള പൈസ ക്യാഷായിട്ട് കൊണ്ടുപോകാനാണ് പ്ലാൻ. അപ്പോൾ ഇനി അടുത്ത മണി എക്സ്ചേഞ്ചിൽ നമ്മൾ കുറച്ച് പൈസ എക്സ്ചേഞ്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് റൂബിളാക്കി മാറ്റിയിട്ട് അതും കൊണ്ട് പോകണം. ഞങ്ങൾ ബുക്ക് ചെയ്തൊരു ഹോട്ടൽ ക്യാൻസൽ ചെയ്തു ഓൾറെഡി. ഞങ്ങളെല്ലാം ക്യാൻസൽ ചെയ്ത് അവർ തന്നെ. കാരണം അവർ നമ്മുടെ അഡ്രസ്സ് കണ്ടിട്ടായിരിക്കാം ക്യാൻസൽ ചെയ്ത്. ചില ഹോട്ടലുകൾ മാത്രമേ ടൂറിസ്റ്റുകളെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ.
പിന്നെ തോന്നുന്നു അവിടെ ചെന്നിട്ട് ബുക്ക് ചെയ്യാന്നാണ് ഉള്ള പ്ലാൻ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. റഷ്യക്ക് നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ UK-യുടെയും അമേരിക്കയുടെയും എല്ലാം ഉപരോധം ഉള്ളതുകൊണ്ട് ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട്. നമ്മുടെ ഹോം ഓഫീസ് തന്നെ പറയുന്നത് അങ്ങോട്ടേക്ക് മാക്സിമം ട്രാവൽ ഒഴിവാക്കാനാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഈ കാർഡുകളൊന്നും അക്സെപ്റ്റ് ചെയ്യാത്തത്. വിസ കാർഡ്, മാസ്റ്റർ കാർഡ് ഒന്നും. റഷ്യൻ കാർഡുകൾ അക്സെപ്റ്റ് ചെയ്യും, പക്ഷെ അത് നമുക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് പൈസ മാത്രം കൊടുക്കാനുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. പിന്നെ ഈ ട്രാവൽ ഡോക്യുമെൻ്റായിട്ട് നമുക്ക് ഈ റഷ്യൻ വിസ മാത്രം മതി. അതുകൊണ്ട് പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഒരു 15 days ഇൻഷുറൻസ് എടുക്കേണ്ടി വരും, റഷ്യൻ ഇൻഷുറൻസ്. അത് മിക്കവാറും എല്ലാ കൺട്രികളും ചോദിക്കുന്നുണ്ട് കേട്ടോ. ടർക്കി മുതൽ ടർക്കി, ജോർജിയ, റഷ്യ, കസാക്കിസ്ഥാൻ എല്ലാവർക്കും അവരുടേതായ ഒരു ഇൻഷുറൻസ് വേണം. ഇതിപ്പോൾ നമ്മൾ ജോർജിയയുടെ ഒസാറ്റിയ റീജിയനിൽ കൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഒസാറ്റിയ റീജിയനെ അല്ല, അതിൻ്റെ തൊട്ടടുത്ത കൂടെ. കാരണം ഒസാറ്റിയ റീജിയൻ കൺട്രോൾ ചെയ്യുന്നത് റഷ്യൻ ഫെഡറേഷനാണ്. അവരുടെ ഫണ്ടിങ്ങോടുകൂടി അവിടുത്തെ ലോക്കൽ ആൾക്കാരെ കൊണ്ടാണ് കൺട്രോൾ ചെയ്യിപ്പിക്കുന്നത്. നമ്മുടെ കാശ്മീരൊക്കെ പോലെ കിടക്കുന്ന ഒരു റീജിയനാണ്. അതുകൊണ്ട് അങ്ങോട്ടുള്ള ട്രാവൽ ജോർജിയയും റഷ്യയും റെക്കമെൻഡ് ചെയ്യാറില്ല, നമ്മൾ പോകണമില്ല. ഇവിടെ കുറേ ജോർജിയൻ ഹൗസസ് ഉണ്ട്. അത് ഒരു ചെറിയൊരു വില്ലേജാണ്. അതിൻ്റെ ചുറ്റിനും ഒരു നദിയൊക്കെ ഒഴുകുന്നുണ്ട്. കണ്ടില്ലേ താഴെ കൂടെ? എന്ത് ബ്യൂട്ടിഫുൾ വില്ലേജാന്ന് നോക്കി. അവിടെ ഒരു പീസ്ഫുൾ ലൈഫായിരിക്കും. പിന്നെ അതേപോലെ ഇവിടെയും ഉണ്ട് ഒരു വില്ലേജ്. കുറച്ച് വീടുകളുള്ള വലിയ ഫെസിലിറ്റികളൊന്നും കാണില്ല. സ്കൂളോ മെഡിക്കൽ സൗകര്യങ്ങളോ കാണാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും. ജോലി മെയിനായിട്ട് പശുവിനെ തീറ്റലും കൃഷിയും പരിപാടികളാണ്. പിന്നെ ടൂറിസവും പരിപാടികളൊക്കെ കുറവാണ് ഇവിടെ. ഇത് റഷ്യയുടെ 10 കിലോമീറ്റർ മാത്രം അകലമുള്ള വില്ലേജുകളാട്ടോ. ഒരു ബ്യൂട്ടിഫുൾ മൗണ്ടൻ ആണ്. ഇവിടെയാണ് ടൂറിസം വെരി ഹൈ പീക്കിൽ നിൽക്കുന്നത്. സമ്മറിൽ വേറൊരു ടൂറിസം, വിൻ്ററിൽ സ്കീയിങ് ടൂറിസം. സമ്മറിലവിടെ റാഫ്റ്റിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. സ്കീയിങ്ങിന് വരുന്നവർ വിൻ്ററിൽ വരും. അപ്പം അവിടെ വേറൊരു ആംബിയൻസ് ആയിരിക്കും. ഹർത്താൽ വഴി തടഞ്ഞേക്കാം അവര്. ജോർജിയയിൽ ഇഷ്ടംപോലെ പശുക്കളുണ്ട്, ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അർഷ എന്ന് പറഞ്ഞ ഒരു വില്ലേജാണ്. വില്ലേജ് എന്ന് പറയാൻ പറ്റില്ല, ടൗൺ ആണ്. കുറേ ഹൗസസ് അവിടെ കാണാനുണ്ട്. ഇവിടെയൊക്കെ ഹോട്ടലുണ്ട് കേട്ടോ. ഹോട്ടലുകൾ എവിടെ വന്നാലും നമ്മൾ ബുക്ക് ചെയ്തില്ലെങ്കിലും നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർ റൂമൊക്കെ തരും. പൈസയൊന്നും കൂടുതലൊന്നും മേടിക്കില്ല. ഇവിടെ എല്ലാ വീടുകളിലും ഗ്യാസ്, ഇലക്ട്രിസിറ്റി, ഇൻ്റർനെറ്റ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വീടുകൾ ഇങ്ങനെയൊക്കെ ഇരുന്നോട്ടെ. പിന്നെ എല്ലാത്തിനും ഗേറ്റഡ് ആണ്. പിന്നെ വലിയ ലുക്കൊന്നും കാണില്ലെന്നുള്ളൂ. ഇവർ ഈ മറ്റേ ഷീറ്റ് വെച്ചിട്ടാണ്, നമ്മുടെ നാട്ടിലെ റൂഫിങ് ഷീറ്റില്ലേ അതുപോലത്തെ ഷീറ്റ് വെച്ചിട്ടാണ് റൂഫ് ചെയ്യണത്. അതുകൊണ്ട് അതിൻ്റെ തുരുമ്പൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വീടൊന്നും മെയിൻറ്റൈൻഡ് അല്ലെന്ന്. പക്ഷെ എല്ലാത്തിലും ടോയ്ലറ്റ് സൗകര്യങ്ങളും എല്ലാ പരിപാടികളും ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാ ഹോട്ടലിലും ഇൻ്റർനെറ്റൊക്കെ ഉണ്ട്. പക്ഷെ ചില സ്ഥലത്ത് കുറച്ച് സ്പീഡൊക്കെ കുറവായിരിക്കും. പൈപ്പ് എല്ലായിടത്തും, ഇവിടെയും കസാക്കിസ്ഥാനിലൊക്കെ ഇങ്ങനെയാണ് ഗ്യാസ് പൈപ്പ്. മേലക്കൂടെ ഇങ്ങനെ റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ പൊക്കിയിട്ട് കൊണ്ടുപോകും. ഇതിൻ്റെ റിസ്ക്കൊക്കെ ഇവർക്ക് മനസ്സിലായിട്ടില്ലാവും. അതെങ്ങനെ ലീക്കായാൽ ഇതിങ്ങനെയല്ലേ. പക്ഷെ ഇതേവരെ അപകടമൊന്നും ഉണ്ടായി കാണില്ലായിരിക്കും. ഈ ട്രക്കുകൾ വന്നേക്കണത് ഈ റിവറിൽ നിന്ന് മണ്ണ് കോരി കണ്ട ഹെംസാൻഡൊക്കെ ഉണ്ടാക്കലാണ് ഇവരുടെ പരിപാടി. ഇവിടെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമ്മളിവിടെ റഷ്യയുടെ ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടി വന്നേക്കണതാണ്. ഇത് ജോർജിയയുടെ ലാസ്റ്റ് ടൗൺ ആണ്. ഇനി ഇവിടെ നിന്ന് ഒരു 4-5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ റഷ്യ ബോർഡറാവും. അപ്പോൾ നമ്മളിവിടെ മണി എക്സ്ചേഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. പക്ഷേ ഇവിടെ മണി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് വെരി ലോ. അപ്പോൾ നമ്മൾ അപ്പുറത്ത് പോയി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏതായാലും കുറവല്ലേ, ഒരു ചാൻസ് നോക്കാം.
ഇവിടെ ഒരു നല്ലൊരു വില്ലേജാണ്. ഇവിടെ ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളും ധാബകളും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം എവിടെ പോയാലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇവിടെ ബാങ്ക് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മോണ്യുമെൻ്റ് ഉണ്ട്, ഒരു ജോർജിയൻ മോണ്യുമെൻ്റ്. ഇതൊരു ബ്യൂട്ടിഫുൾ ടൗണാണ്, മൗണ്ടൻസാണ് ചുറ്റിനും. ലൈറ്റൊന്നും ഇല്ലാത്തൊരു ടണൽ, വണ്ടികളുടെ ഹെഡ്ലൈറ്റ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഇതാണ് ജോർജിയൻ റഷ്യൻ ബോർഡർ മൗണ്ടൻസ്. ഇവിടെ ഒരു റിവർ ഉണ്ട്, നേരത്തെ അവിടെ നിന്നൊക്കെ ഉണ്ടായ ഒരു റിവറാണ്. ഈ മൗണ്ടൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒഴുകി ഒഴുകി വരും. നല്ല വ്യൂവാ. ഇതാണ് ജോർജിയയിലേക്ക് നിന്ന് റഷ്യയിലേക്ക് പോണ ബോർഡറാണത്. ഗ്യാസിന്റെ പൈപ്പ് ലൈനൊക്കെ ആയിരിക്കില്ല പോയിക്കണത്, പെട്രോളും ഗ്യാസൊക്കെ. അപ്പൊ ഈ മല തുറന്ന അതിനകത്ത് കൂടെ കൊണ്ടുപോയിക്കണേ, അല്ലെങ്കിൽ മലയുടെ മേലെ കൂടെ. ആഹാ, റഷ്യൻ വണ്ടികളാട്ടാ. റഷ്യൻ വണ്ടികൾക്ക് ഇത്തിരി സ്പീഡ് കൂടുതലാന്ന് തോന്നണല്ലേ. ഇവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട്. റഷ്യൻ ബോർഡറിൽ വണ്ടികളൊക്കെ നിർത്തി തുടങ്ങി. നമ്മൾ കാറായതുകൊണ്ട് നമുക്ക് ഈ ലോറികളെ ഓവർടേക്ക് ചെയ്ത് പോകാം. അതായത് പാസഞ്ചർ കാറുകളും അങ്ങനെ ലോറി അല്ലാത്ത വണ്ടികൾ ഇവിടെ ഇങ്ങനെ വന്ന് വെയിറ്റ് ചെയ്യണം. ഇവിടെ ഈ കാറിൻ്റെ പുറകിൽ. ഇപ്പം ഇനി നമ്മൾ ജോർജിയൻ സൈഡിൽ എക്സിറ്റ് അടിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് കിടക്കും. ഇതാണ് റഷ്യൻ ജോർജിയ ബോർഡർ. ഇത് ജോർജിയ സൈഡാണ്. അവിടെ ഒരു പോലീസ് നിൽക്കണുണ്ടോ, ആ പോലീസ്മാൻ ആരെങ്കിലും ഇടയ്ക്ക് കയറുന്നുണ്ടെങ്കിൽ ഓടിച്ചു വിടും. ഇപ്പം 2-3 കാറുകൾ ഇങ്ങനെ ഈ ജോർജിയൻ കാറുകൾ ക്യൂ തെറ്റിച്ച് ഫ്രണ്ടിൽ ചെന്നു. പക്ഷെ അയാൾ തിരിച്ചു വിട്ടു. പിന്നെ ആളൊരു 4-5 വണ്ടി കടത്തി വിടും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യും. വെരി ഓർഡറിലാണ് കാര്യങ്ങളൊക്കെ പോണത്. പക്ഷേ വെരി സ്ലോ പ്രോസസ്സാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് കുറച്ച് റൂബിള് വാങ്ങണം. ഏകദേശം ഒരു 15,000 റൂബിളെങ്കിലും വേണം ഒരു ദിവസത്തിന്. പെട്രോൾ അടിക്കണം, ഹോട്ടലിൽ താമസിക്കണം. അവിടെ എങ്ങും കാർഡ് എടുക്കില്ല, റൂബിള് മേടിക്കണം. പിന്നെ സിം കാർഡ് മേടിക്കണം. ഈ ജോർജിയൻ ട്രക്ക് റഷ്യയിൽ നിന്ന് LPG കൊണ്ടുവരുന്നതാണ്. ഇവരൊക്കെ ഇങ്ങനെ ട്രാഫിക്കിൽ പെട്ട് കിടക്കുക. മണിക്കൂറുകളെടുക്കും ഇത് കടന്നു പോകാനായിട്ട്. ഇതാണ് റഷ്യൻ ബോർഡറിലേക്കുള്ള വെയിറ്റിങ്. ഭയങ്കര വെയിറ്റിങ്ങാണ്. ഇതേപോലെ ഒരുപാട് കാറുകൾ ഞങ്ങളെപ്പോലെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഈ സൈഡില്ല റഷ്യ. അങ്ങറ്റം വരെ ചെല്ലണം. നമുക്കറിയില്ല ബോർഡർ ചെക്ക് പോയിൻ്റ് എവിടെയാണ്, എത്ര ദൂരം ഉണ്ടെന്ന്. കാരണം മൊബൈൽ സിമ്മൊന്നും വർക്ക് ചെയ്യില്ല. ജസ്റ്റ് ആ ബോർഡർ ചെയ്യുമ്പോൾ ജോർജിയയുടെ സിമ്മ് ഹാങ് ആവും, പിന്നെ വർക്ക് ചെയ്യില്ല. ഇനി നമ്മൾ പതുക്കെ അങ്ങനെ പോവും. ഇന്ന് ഏതായാലും റഷ്യയിൽ കിടക്കാൻ പറ്റും. പക്ഷേ അധികം ദൂരമൊന്നും ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും 4 മണിയൊക്കെ കഴിയില്ലേ. 4 മണി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കാറില്ല. അതിലെ ഒരു റിവർ വരുന്നുണ്ട്, വെരി പവർഫുൾ റിവറാണ്. കണ്ടില്ലേ, അതിങ്ങനെ തകർത്തൊഴുകി വരിക. ഈ 2 മലയുടെ ഇടയ്ക്ക് കൂടെയാണ് ഈ റോഡ് കടന്നു വരുന്നത്. അതുകൊണ്ട് ഈ വണ്ടികൾ മുഴുവൻ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. പക്ഷെ നോട്ട് മൂവിങ്. ജോബി ഒരു ആളോട് വർത്തമാനം പറയുന്നുണ്ട്. വലിയ ഭാഷയൊന്നും അറിയാൻ പാടില്ല. ആള് റഷ്യനാ, റഷ്യൻ കാറിൽ വന്ന.
കണ്ടോ അതേമാതിരി വണ്ടികൾ വെയിറ്റ് ചെയ്യാം. Amjad. Gabbar Singh. Okay. You Russian or Georgian? You? Shishan, Chechen, Yeah, Russian. Grozny. Grozny. What's your name? Name? What's your name? Okay. പേര് അതുപോലെ നമുക്ക് ചോദിക്കാനുള്ള ഭാഷ അറിയാൻ പാടില്ല. കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് റഷ്യനൊക്കെ പഠിച്ചിട്ട് വരണം. വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവായി, ഒരു 2-3 വണ്ടിക്കുള്ള സ്പേസിന് മൂവായി. അപ്പം നമ്മളൊന്ന് മൂവ് ചെയ്തു. അതിൽ കൂടുതലൊന്നും മൂവ് ആവില്ല. അപ്പുറത്തുനിന്ന് ഒരാൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ട്രോളി ബാഗും തള്ളിക്കൊണ്ട് വരായിരുന്നു. അവരെ ആ റഷ്യൻ മിലിറ്ററി പിടിച്ചു വെച്ചിട്ട് ഇങ്ങനെ നടക്കരുതെന്ന് പറയുക. ഇതിൽ നടന്നു പോകാൻ പറ്റില്ല, വണ്ടിയിൽ തന്നെ പോകണം, സേഫ്റ്റി. കാരണം ഒരു ടണൽ കയറിയിട്ട് വേണം ചെക്ക് പോയിന്റിലെത്താനായിട്ട്. നടത്തും പോണു. എത്ര കിലോമീറ്റർ ഓടാൻ്റെ? 2 കിലോമീറ്റർ. റഷ്യൻ ട്രക്കുകൾ കണ്ട, ഓൾഡ് റഷ്യൻ ട്രക്ക്. ഇത് കാമ 3 എന്ന് പറഞ്ഞാൽ റഷ്യൻ രജിസ്ട്രേഷനും ആട്ടോ. ഇത് ജോർജിയ ലക്ഷ്യമാക്കി പോണ വണ്ടിയാണ്. ഇത് ജോർജിയയിൽ നിന്ന് റഷ്യയിലേക്ക് ഒഴുകണ ഒരു നദിയാണ്. കണ്ടില്ലേ, നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ഇവിടെ റാഫ്റ്റിങ്ങിന് പറ്റിയ ഒരു റിവറാണ്. ഇതിങ്ങനെ അങ്ങോട്ട് ജോർജിയയിലേക്ക് പോവാം, അല്ല റഷ്യയിലേക്ക് പോവാം. ഇവിടെ കുറച്ച് പോർട്ടബിൾ ടോയ്ലറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ എല്ലാം വൃത്തികേടായിട്ട് കിടക്കുക. കണ്ടില്ലേ, കുറേ ക്യൂ ഉണ്ട്. ഇനി ആ ഫ്രണ്ടിൽ കിടക്കണ ആ ലോറിയില്ലേ, അവിടം വരെ ആണ് ഹോൾഡ് ചെയ്ത് വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് ഇനി ഒരൊറ്റ വിടൽ വിടും. അങ്ങനെ നമ്മൾ ക്യൂവിൽ വെയിറ്റ് ചെയ്യാം. കുറേ സമയം എടുക്കും. മറ്റേ പകത്ത് ക്ലാസ്സിൽ ഇതാണ് ചെക്ക് പോയിന്റ്. കണ്ടോ, അവിടെ ഒരു ആർമിക്കാരൻ നിൽക്കണുണ്ടോ, ഒരു പട്ടാളക്കാരൻ. പുള്ളിക്കാരൻ നമ്മളെ കടത്തി വിടില്ല, അവിടം വരെ വണ്ടി കടത്തി വിടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു 5 വണ്ടി വിടും. അത് അപ്പുറത്തെ ലൈനിൽ നിന്ന് കൂടുതൽ വണ്ടികൾ കിട്ടും. 10 വണ്ടി അപ്പുറത്തെ ലൈനിൽ നിന്ന് തന്നെ കിട്ടും. അല്ലെങ്കിൽ സാധാരണ എല്ലാവരും ഇവിടുന്ന് 5 വണ്ടി, അപ്പുറത്തുനിന്ന് 5 വണ്ടിയാണ് വിടാറ്. കണ്ടോ, ഇവിടുന്ന് ആ സൈഡിൽ നിന്ന് തന്നെ 10 വണ്ടി വിട്ടിട്ട്. ഇനി ഇവിടെ നിന്നായിരിക്കും വിടണേ. ഇനി അടുത്തേരം നമ്മൾ കടന്നു പോകും. അയാൾ എന്നിട്ടും ചിരിച്ചാ സംസാരിക്കണേ. നമ്മളവിടെ എങ്ങനെ ആയിരിക്കണമായിരുന്നു, മാറ്റിയിടാൻ. അങ്ങനെ നമ്മൾ റഷ്യയിൽ കയറി. റഷ്യയിൽ ഒരു ലോങ് ക്യൂ ഉണ്ടായിരുന്നു. ആ ക്യൂവിൽ ചെന്ന് പെട്ടോണ്ട്. കാരണം ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത സമയം കറക്റ്റ് ആയിരിക്കില്ല. ഞങ്ങൾ 11 മണിയായപ്പോൾ ജോർജിയ സൈഡിൽ വന്നാണ്. അപ്പോൾ അവിടെ ഒരു 2 മണിക്കൂർ ക്യൂ നിന്ന് എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് റഷ്യയുടെ ക്യൂവിൽ വന്ന് നിന്നു. അവിടെ ഒരു 3-4 മണിക്കൂർ ക്യൂ നിന്ന് ഞങ്ങൾ 4 മണിയായപ്പോൾ ഇമിഗ്രേഷൻ എൻ്റെ അടുത്തെത്തി. അവർക്ക് നമ്മുടെ വണ്ടിയെല്ലാം ചെക്ക് ചെയ്യണം. എല്ലാ റൂഫ് ബോക്സിൽ നിന്ന് സാധനങ്ങളെല്ലാം ഇറക്കി പുറത്ത് വയ്ക്കണം. വണ്ടിയിൽ നിന്ന് ഒരു പീസ് പേപ്പർ ഇല്ലാണ്ട് എല്ലാം പുറത്ത് വെച്ചിട്ട് വണ്ടിയുടെ ബോണറ്റ്, വണ്ടിയുടെ ബൂട്ട്, വണ്ടിയുടെ സീറ്റിൻ്റെ അടിയിൽ എല്ലാം ചെക്ക് ചെയ്യണം. ടോർച്ച് അടിച്ച് നോക്കണം. അതെല്ലാം എല്ലാ വണ്ടിയിലും അവർ ചെയ്യാറുണ്ട് കേട്ടോ, നമ്മുടെ മാത്രമല്ല. എല്ലാം ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് പിന്നെയാണ് അവർ നമ്മുടെ പാസ്പോർട്ടിൽ സീൽ ചെയ്യാനായിട്ട് നമ്മളെ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചുകൊണ്ടുപോയി. ഇൻ്റർവ്യൂവിൽ വണ്ടിയുടെ ഓണർ ആരാണോ അവരോട് കാര്യങ്ങൾ ചോദിക്കും. നമ്മളെന്തിനു വന്നു, എവിടെ വന്നു, യൂട്യൂബ് ഉണ്ടോ, വീഡിയോ എടുക്കണോണ്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല. അവർ വെരി ഫ്രണ്ട്ലിയാണ്. അവർക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് വെച്ച് വളരെ ചിരിച്ച് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ചോദിക്കുക. ഇടയ്ക്ക് നിൽക്കണ പോലീസുകാരല്ല, ആ ഇമിഗ്രേഷൻ്റെ ആൾക്കാരായാലും
വളരെ ഡീസൻ്റാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. റഷ്യൻ ഇമിഗ്രേഷൻ ഓഫീസേഴ്സൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. ആകെയുള്ള ഒരു പ്രശ്നം, നമുക്ക് ലാംഗ്വേജ് അറിയില്ല, അവർക്കും അറിയില്ല. അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ അവർ തരുന്ന ഫോമുകളെല്ലാം ഇംഗ്ലീഷിലാണ്. നമ്മുടെ നാട്ടിൽ നെടുമ്പാശ്ശേരിയിലൊക്കെ ഫ്ലൈറ്റ് ഇറങ്ങി കഴിയുമ്പോൾ ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്യാനില്ല, ഒരു ചെറിയ ഫോം, അതുമാതിരി ഒരു ഫോം ഫില്ല് ചെയ്യണം. പിന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ ഒരു ഡിക്ലറേഷൻ, അത് നമ്മൾ എക്സിറ്റിൽ കൊടുക്കണം. അതായത് വണ്ടി, നമ്മുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ, അതായത് നമ്മുടെ പെട്ടി, ബാഗ്, തുണി, അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമ്മൾ കൊണ്ടുപോകണം. നമ്മുടെ കയ്യിൽ $10,000 കുറവേ ഉള്ളൂ എന്ന് ഡിക്ലെയർ ചെയ്യുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നമുക്ക് അത് ഫില്ല് ചെയ്ത് കൊടുക്കാനും എല്ലാം. അവർക്ക് അറിയാവുന്ന ഇംഗ്ലീഷൊക്കെ വെച്ച് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ശ്രമിക്കും. നമുക്ക് റഷ്യൻ ഒരു വേർഡ് അറിയില്ലല്ലോ. പിന്നെ നമ്മുടെ ഈ പ്രോസസ്സ് നമ്മൾ ഇന്ന് ഏതാണ്ട് 8 മണിക്കൂർ എടുത്തു ഇവിടുത്തെ ഇമിഗ്രേഷൻ. അത് നമ്മൾ റോങ് ടൈം സെലക്ട് ചെയ്തുകൊണ്ടാണ്, അല്ലാണ്ട് നമുക്കത് ശരിക്കും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇന്നലെ വൈകുന്നേരം രാത്രിയൊക്കെ വന്നത് ചെയ്ത് പോണത് 24 hour ഓപ്പൺ ആയിട്ടുള്ള ഒരു ബോർഡറാണ്. ഈ ജോർജിയയിൽ ഇൻ്റർനാഷണൽ ട്രാവലേഴ്സിന് ഈ ബോർഡർ മാത്രമേ ഉള്ളൂ ഓപ്പൺ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ബോർഡർ ചൂസ് ചെയ്തത്. ഈ ഗൂഗിൾ ഫോറത്തിലൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് പാസ് ത്രൂ ആയി എന്നൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾ മിക്കവാറും ഓൾ ഡേ ഞങ്ങളുടെ വേസ്റ്റായി. ഈ സമയത്ത് ഞങ്ങൾ വണ്ടി ഓടിക്കലൊക്കെ നിർത്തണമാണ്. ഇനിയൊരു അക്കോമഡേഷൻ കണ്ടുപിടിക്കണം. അത് വലിയ താമസമില്ലാണ്ട് കണ്ടുപിടിക്കാം. പിന്നെ ഇത് ഒരു ബ്യൂട്ടിഫുൾ റോഡാട്ടോ. ഇതാണ് നമ്മുടെ റഷ്യ, നമ്മുടെ പുട്ടിൻ്റെ രാജ്യം. മോസ്റ്റ് പവർഫുൾ കൺട്രി. ആര് പറഞ്ഞാലും ഒന്നും കേൾക്കാത്ത, ഒന്നും ശ്രമിക്കാത്ത ഒരു രാജ്യം. കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുൾ അല്ലേ? പക്ഷേ ഇവിടുത്തെ ആൾക്കാർ ഒന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. ഇവിടെ വണ്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ക്രൂയിസർ V8 ഒക്കെയാണ് ഇതിലെ പോണത്. ഇവർ ടയോട്ടയുടെ ഒരു ഫാനാണെന്നാണ് തോന്നണം കേട്ടോ. ഒരുപാട് നമ്മുടെ ഫ്രണ്ടിൽ പോണ ഒരു ലാൻഡ് ക്രൂയിസറാണ് അത്. നമ്മുടെ UK മാതിരി പ്രാഡമൊന്നുമല്ല, പ്രോപ്പർ ലാൻഡ് ക്രൂയിസർ V8 ഒക്കെയാണ് ഇവർ ഓടിക്കുന്നത്. പിന്നെ ഒരുപാട് ലാഡ കാറുകളുണ്ട്, അതായത് 91 മുമ്പ് ഉണ്ടാക്കിയ വണ്ടികൾ ഒരുപാടുണ്ട്. അത് കസാഖിസ്ഥാനിൽ ചെന്നാലും കാണാം. പിന്നെ ഞങ്ങൾ ഡിഫൻഡർ കണ്ടു, പിന്നെ ഏതാ വണ്ടി, G-Wagon കണ്ടു. നല്ല വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് റഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂബിളിന് ഇപ്പോൾ വില കുറഞ്ഞതുകൊണ്ട് ഞാൻ ജോർജിയന്ന് ഒരുപാട് വണ്ടികൾ ഇങ്ങോട്ട് ടെമ്പററി രജിസ്ട്രേഷനൊക്കെ അടിച്ച് സ്റ്റിക്കർ പോലും പൊളിക്കാതെ കൊണ്ടുവരുന്നത് കണ്ടു. അങ്ങനെ ഇവർ പാസ് ത്രൂ സെക്യൂരിറ്റി ത്രൂ പാസ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വില കൂട്ടി വിൽക്കാനായിരിക്കാം, അല്ലെങ്കിൽ കസാഖിസ്ഥാനിലേക്ക് ഓടിച്ചു കൊണ്ടുപോകണമായിരിക്കാം അവിടെ വിൽക്കാനായിട്ട്. അതൊക്കെയാണ് ഇതാണ് ബ്യൂട്ടിഫുൾ റഷ്യ. ഇനി കുറച്ചും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ടെറൈൻ മാറും, അപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് റഷ്യൻ വില്ലേജ്. ഇതിൻ്റെ പേര് വാൾഡികാവകാസ്, അങ്ങനെയാണ് ഈ വില്ലേജിൻ്റെ പേര്. പോട്ടെ. ഈ ലോറിയുടെ ടയർ പൊട്ടിയിട്ടേ അതിങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കായിരുന്നു. ഇപ്പം നമ്മളൊരു റഷ്യൻ ടൗണിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റഷ്യയിലെ സാധാരണ വീടുകളാണ് ഈ കാണുന്നത്.